എല്ലാവർക്കും മീ ആൻഡ് മൈ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. എൻ്റെ പേര് ശ്രദ്ധ. എൻ്റെ പേര് ട്രാവൽ. ഓക്കെ, അപ്പം ഇന്ന് പാട്ടല്ല, പകരം വേറെ എന്തോ പരിപാടിയായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കത് ചോദിക്കാം, എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പോവാ. ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ പോവാ? ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഓ ഓക്കെ, അപ്പൊ ഇന്ന് ഇവര് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നതെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ക്രാഫ്റ്റിന് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾക്ക് സ്ക്വയർ പേപ്പർ വേണം, ഏതെങ്കിലും കളർ ആവാം. ഓക്കെ, പിന്നെ അതിന്റെ സെയിം കളറ് ഇങ്ങനെ പോലത്തെ ഒരു പേപ്പർ വേണം. പിന്നെ 2 മാർക്കേഴ്സ്, ഒരെണ്ണം ബ്രൗണും ഒരെണ്ണം റെഡ്. പിന്നെ സിസേഴ്സും. നമ്മൾ വേണമെങ്കിൽ കിഡ്സ് സിസേഴ്സ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അഡൾട്ട്സിന് പറയണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വേണ്ടത്? നമ്മൾക്ക് ഒരു പെൻസിൽ വേണം, പിന്നെ ഒരു ഗ്ലൂ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പേപ്പർ, A4 സൈസ് പേപ്പർ എടുത്തിട്ട് സ്ക്വയർ ആക്കുക. അതിൽ മിച്ചം വരുന്ന റെക്റ്റാങ്കിൾ പീസും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 2 മാർക്കേഴ്സ് വേണം. അതിവിടെ എടുത്തിരിക്കുന്നത് റെഡും ബ്രൗണും ആണ്. ഒരു പെൻസിൽ വേണം, ഒരു സിസർ വേണം, ഒരു ഗ്ലൂ സ്റ്റിക്ക് വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇത് വെച്ച് ഇവരെങ്ങനെയാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു സ്ക്വയർ പേപ്പർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രയാങ്കിളായി ഫോൾഡ് ചെയ്യാം. നമുക്ക് ട്രയാങ്കിളായി കിട്ടി. സോ ഈ കോർണർ എടുക്കാം, ഇങ്ങോട്ട് വെക്കാം, ടോപ്പിൽ വെക്കാം. ഇനി മറ്റേ ലൈൻ സെയിം. ഇനി അത് തിരിച്ച് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണുന്നില്ല ഒരു സ്ഥലം, ഈ സ്ഥലം അവിടെ ഇരിക്കട്ടെ. ഇനി ഒരെണ്ണം ഇങ്ങോട്ടാക്കാം. പിന്നെ നമ്മൾ ഇതെടുത്ത് മേളിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് അകത്ത് ഫോൾഡ് ചെയ്യും. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു റെക്റ്റാങ്കിൾ പീസ് പേപ്പർ എടുക്കുക. അത് നമ്മൾ ഹാഫായി ഫോൾഡ് ചെയ്യും. നമ്മൾ ഹാഫായി ഫോൾഡ് ചെയ്തിട്ട് എൻ്റെ ബുക്ക് മാർക്ക് പിക്കാച്ചു ആണ്. സോ ഞാൻ അവന് പിക്കാച്ചുവിന് ആ ഇയേഴ്സ് ഡ്രോ ചെയ്യുക. നമ്മൾ പിക്കാച്ചുയുടെ ഇയേഴ്സ് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്യാം. നമ്മൾക്ക് ഇയേഴ്സ് കിട്ടിയിട്ട് നമ്മൾ ആ ഇയേഴ്സ് കളർ ചെയ്യണം. പിന്നെ നമ്മളുടെ ബുക്ക് മാർക്കിന് ഐസും ഇയേഴ്സും ഇയേഴ്സ് ഇതായി ഇവിടെ ഉണ്ട്. ഇയേഴ്സും നോസും മൗത്തും ചീക്സും ഡ്രോ ചെയ്യണം. നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി ചെയ്യാനുള്ളത് ഈ ഇയേഴ്സ് ഗ്ലൂ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് റെഡിയായി.
എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ and subscribe to my channel. Okay? Bye.